എന്തുകൊണ്ട് ആടുജീവിതം എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയില്ല? അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഉത്തരം ഇതാണ്. കാരണം ആടുജീവിതം എന്ന സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് ഇല്ല, ഒരു സ്റ്റോറി ഇല്ല, ഒരു ആക്ടിങ് ഇല്ല. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് ഒക്കെ ജവാന്റെ ഷാറുഖ് ഖാൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഇതൊന്നും കൂടാണ്ട് നാച്ചുറലായിട്ട് ഒതൻറ്റിക് ആയിട്ട് അതിലെന്താണുള്ളത്? ഷാറുഖ് ഖാനെ പോലെ പറക്കുന്നുണ്ടോ? ഇല്ല. തീ കത്തുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് നാച്ചുറാലിറ്റി? ആകെയുള്ള ഒരു പൃഥ്വിരാജും കുറേ ആടും. ഇതിലെന്താണുള്ളത്? ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് തൃപ്തിപ്പെടുന്നത്? ഇതാണ് നമ്മുടെ ജൂറി എണ്ണം പറയുന്നത്. ഒരുപക്ഷെ ഈ പൃഥ്വിരാജിന്റെ നജീബ് എന്ന ക്യാരക്ടറിന് വരും വല്ല രാമനോ കൃഷ്ണനോ ലക്ഷ്മണനോ അങ്ങനെ എന്തെങ്കിലും പേര് വെച്ചിട്ട് പിന്നെ ഈ മരുഭൂമിക്ക് വരും ഫുൾ പച്ചപ്പ്, ഫുൾ കാട്. ആ കാട്ടിനുള്ളിൽ ആടിന് വരും ഫുൾ പശു, ഗോമാതൊക്കെ. ഈ പൃഥ്വിരാജ് പട്ടിണി കിടന്നാലും റൊട്ടിക്ക് വരം കഴിക്കുന്നത് പശുവിന്റെ ചാണകവും മൂത്രവും. ഇങ്ങനെ കഴിച്ച് അവസാനം ഈ പശുവിനെ പിടിക്കാൻ വരുന്ന വേറെ കുറച്ച് ആൾക്കാർ ആരാണെന്നറിയാലോ. അവർ വരുമ്പോൾ പൃഥ്വിരാജ് അവരെല്ലാം അടിച്ച് തുന്നം പാടുന്നു. എങ്ങനെ? ഇവിടെ നീ പവർ കിട്ടുന്നു ഈ ഗോമൂത്രത്തുനിന്നും ചാണകത്തുനിന്നും. ഇത് കഴിച്ച് അവരൊക്കെ അടിച്ച് തെറിപ്പിച്ച് ഈ പശുക്കളെ മൊത്തം രക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജയ് ശ്രീരാം എന്ന് പൃഥ്വിരാജ് 2 തവണ വിളിച്ചിട്ട് അവിടെ എന്താ പറയുക എൻഡ്. ഇതുപോലെ ക്ലൈമാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സിനിമ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നാഷണൽ അവാർഡല്ല, ഇവന്മാരെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നേരെ ഓസ്കാറിന് വരെ അയക്കും. സത്യമായിട്ട് അയക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു അണ്ണൻ്റെ ഒതൻറ്റിക് ആയിട്ട് നാച്ചുറലായിട്ട് തോന്നിക്കുന്ന ഒരു കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ കാണിച്ചു തരാം. തിരുവനന്തപുരം അത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട് जाने के पहले उसको चक्का वर्ता और उन्नीपम खाना है. കത്രീന कैफे കുറച്ച് ചായ ഉണ്ടല്ലേ?